നോക്ക് ഹലോ ആദ്യമായിട്ട് വീരമുത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത്, ഞാൻ വളരെ മാനസികമായിട്ട് പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവുന്നൊരു വ്യക്തിയാണ്. ഇവിടെ വന്ന് ഞാനിവരെ എങ്ങനെ ഫേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വൈഫിന് മോളെ മകനോ, പക്ഷേ ഞാനിവിടെ കണ്ടത് ഒരു യഥാർത്ഥ രാജശേഖരനാണ്. അമ്മ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി എഴുന്നേറ്റ് നിന്ന് ഭാരത് മാതാക്ക് ചെയ്യുമെന്ന് പറയുന്നത് നമ്മൾ കെട്ടിപ്പിടിക്കുന്ന കരച്ചിൽ നിർത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർ എന്നോട് പറയുന്ന കരയില്ല. മോള് ആരതി ഒരു ഡ്രോപ്പ് കണ്ണീര് വരാതെ ബോൾഡായിട്ട് നിന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്കൊരു ഉദാഹരണമാണ് ഈ രാജ്യം. ഇതുപോലുള്ള മക്കളെ വളർത്തിയിട്ടുള്ള ആ അച്ഛൻ നമ്മളെടുത്ത് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇത്രയും ബോൾഡായിട്ട് മക്കളെ വളർത്തിക്കുന്നു, ഭാര്യയും വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. അവരെയൊക്കെ കാണുന്ന സമയത്ത് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ആയിരിക്കണം. അതുകൊണ്ട് ഗൃഹനാഥനങ്ങ് പോയി എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന വേറെ നമുക്ക് ചിലപ്പോൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ആ ധൈര്യം കണ്ടിട്ട് ഐ റിയലി സല്യൂട്ടഡ് ഹർ. ആദ്യം അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനം മുഴുവൻ കാണുന്ന സമയത്ത് ദിസ് ഫാമിലി ഡിസേർവ്സ് റിയൽ ഗ്യാരണ്ടി എന്നത് അങ്ങനെയുള്ളൊരു സംഭവമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു എം.എൽ.എ. ആരോ പറഞ്ഞു ഞാൻ കേട്ടാൽ പറ്റാൻ എന്ത് തന്നെയാലും ശരി, ഇതൊക്കെ കാണുന്ന ജനങ്ങളോട് എനിക്ക് ഒന്നേ പറയാം, നമ്മുടെ ഒരു സഹോദരൻ, അതിവിടെ കേരളത്തിൻ്റെ ആണെങ്കിലും ശരി, ഇന്ത്യയിലെ എവിടുത്തെ ആണെങ്കിലും ശരി, ഇതുപോലുള്ള ഒരു കുറ്റവും ചെയ്യാതെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുക എന്ന് പറയുന്ന സമയത്ത് ഇനിയെങ്കിലും നമ്മുടെ നാട്ടുകാർ ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതുപോലുള്ള ഭീകരവാദങ്ങളെ എതിർക്കാൻ ഒറ്റക്കെട്ടായി ശ്രദ്ധിക്കണം. അവിടെ നിങ്ങൾ രാഷ്ട്രീയവും ജാതിയും വന്ന് നോക്കണം എന്ന് എനിക്കിവിടെ പറയാം. അതിൽ സെൽഫ് ഫാമിലി ഞാൻ എന്നെ ഒന്നും പറയാനില്ല.